രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരുക്കങ്ങളാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നതെന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത്. ശരിയായിരിക്കുമോ? ഒരു കാരണവശാലും ശരിയാവില്ല. തെരഞ്ഞെടുപ്പിൽ നിരന്തരം കോൺഗ്രസ് തോറ്റുകൊണ്ടിരിക്കുന്നു. അപ്പം നേതൃത്വം മാറണം. പകരം പ്രിയങ്ക ആയിരിക്കും ലക്ഷ്യം വെക്കുന്നത്. മുമ്പും പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് മുറവിളികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി മാറണമെന്നുള്ളത് കോൺഗ്രസിനകത്തെ വികാരമായിരിക്കുമോ? കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ കോൺഗ്രസ് നശിച്ചു പോകരുത് എന്നാഗ്രഹിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാരുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട നേതാവാണ് നമ്മുടെ ശശി തരൂർ. കോൺഗ്രസ് നശിച്ചു പോകരുത്, ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഒക്കെ പേറുന്നൊരു പാർട്ടിയും കൂടെയാണ്. കോൺഗ്രസിൻ്റെ ഒരു നാശം രാജ്യത്തിന് നല്ലതുമല്ല. അപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ഇപ്പം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം രണ്ട് കാര്യങ്ങളതിനകത്ത് കാണുന്നുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയെ വേണമെങ്കിൽ മാറ്റാം, അത് അപ്രസക്തമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് വേണമെങ്കിൽ പ്രിയങ്കയെ കൊണ്ടുവരാം. പ്രിയങ്കയെ കൊണ്ടുവന്നതുകൊണ്ടും പ്രത്യേകിച്ച് കോൺഗ്രസ്സിനും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം പ്രിയങ്കയുടെ കോൺഗ്രസ്സിലേക്കുള്ള വരവും അതിനുശേഷം ഇപ്പോൾ യു പിയിലെ തിരഞ്ഞെടുപ്പുകളൊക്കെ ആണെങ്കിലും പ്രിയങ്കയൊക്കെ മുന്നിട്ട് നിന്നാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായിരുന്നത്. അതൊന്നും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേങ്കിൽ വടക്കേ ഇന്ത്യയിൽ പ്രിയങ്കയുടെ സാന്നിധ്യം ഒരു എന്താ പറയുക, ഒരു ഗുണപരമായ മാറ്റം കോൺഗ്രസ്സിന് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് യു പിയിൽ കാണണമായിരുന്നു. യു പിയിൽ കണ്ടില്ല. പിന്നെയും പ്രിയങ്കയ്ക്കൊക്കെ ഉള്ള കൂടുതലും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ നിന്ന് ഏത് മണ്ഡലത്തിൽ മത്സരിച്ച് കഴിഞ്ഞാലും പ്രിയങ്ക ജയിക്കും. കാരണം നമുക്ക് അവരോടുള്ളൊരു, ഈ മലയാളികൾക്ക് അവരോടുള്ളൊരു കൗതുകവും ഒക്കെയുള്ള കാര്യം. പണ്ട് ഇന്ദിരാഗാന്ധിയോടുണ്ടായിരുന്ന ആ ഒരു എന്തോ ഒരു ലുക്ക് മാത്രമേ ഒരു തുടർച്ച. അപ്പോൾ എന്തുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയെ മാറ്റില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് മാറ്റം ഉണ്ടാകണം. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവർക്കും അല്ലെങ്കിൽ ഈ ആരാണോ ഈ മാറ്റത്തിന് ശ്രമിക്കുന്നത് അവർക്കാണ് അറിയാവുന്നത്. കാരണം പ്രിയങ്ക ഗാന്ധി കൂടെ വന്നു കഴിഞ്ഞിട്ട് കോൺഗ്രസ്സിന് ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഓപ്ഷൻ? പിന്നെ ഇനി അതല്ലെങ്കിൽ പ്രിയങ്കയുടെ മകനെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത് 6 തലമുറ കഴിഞ്ഞു. 6 തലമുറ, 7ാമത്തെ തലമുറയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രിയങ്കയുടെ മകൻ ഇതിലേക്ക് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ വാദ്രയെക്കുറിച്ച് അത്ര നല്ല ഒരു ഇമേജ് അല്ലേ ഇപ്പം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധ്യതയും ഉള്ള കുറവാണ്. പിന്നെയും തമ്മിൽ ഭേദം രാഹുൽ ഗാന്ധി തന്നെയാണ്. കാരണം ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, കോൺഗ്രസ് പാർട്ടിക്ക് ഈ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയോട് സ്നേഹമുള്ള ആരെങ്കിലും നേതൃസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ഈ അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പിൽ, പാർട്ടിക്കകത്ത് നിന്ന് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പകരം ശശി തരൂരിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കൊരു പുനരുജ്ജീവനം ഉണ്ടാവുകയും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഗതി തന്നെ മാറുകയും ചെയ്യുമായിരുന്നു. ഇന്ന് ചിലപ്പം ബി ജെ പിക്ക് ഒരുപക്ഷെ ഭരണം രൂപീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്രയും കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അതായിരുന്നു ശശി തരൂർ വന്നിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം. പക്ഷേ ഔദ്യോഗിക കാൻഡിഡേറ്റിന് വേണ്ടി അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം നടന്ന് ശശി തരൂരിനെതിരെ പ്രചാരണം നടത്തിയിട്ടും അദ്ദേഹത്തിന് 1038 വോട്ട് കിട്ടിയെന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതായത് ഔദ്യോഗിക കാൻഡിഡേറ്റിനെതിരെ മത്സരിച്ച ശശി തരൂരാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഈ കോൺഗ്രസിനോട് സ്നേഹമുള്ളവർ കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാറ്റം വരുത്താന്നിരിക്കട്ടെ, നെഹ്റു കുടുംബമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും ആണ് അതിൻ്റെ മുകളിൽ വരുന്നതെങ്കിൽ പിന്നെ കോൺഗ്രസ് പാർട്ടി ഇല്ല. അങ്ങനെ ഒരു വലിയ ഗതികേടും കൂടെ ഈ കുടുംബവാഴ്ചയുടെ ഫലമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഈ നെഹ്റു കുടുംബം ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ്. ആ ബന്ധം അവസാനിപ്പിക്കാനും പറ്റില്ല. എന്നാലും അത് ഉദാഹരണത്തിന് അന്ന് ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ശശി തരൂരിനെ ഒരു വർക്കിംഗ്, ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടിയുടെ പ്രസിഡൻ്റാകുന്നു. അപ്പോൾ അങ്ങനെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് രാഹുൽ ഗാന്ധി നിലനിന്നുകൊണ്ട്, അതല്ലെങ്കിൽ ഈ സോണിയാഗാന്ധി അല്ലെങ്കിൽ നെഹ്റു ഫാമിലി എന്നുള്ള നിലനിന്നുകൊണ്ട് ഒരു നേതാവിനെ കൊണ്ടുവരികയാണെങ്കിൽ, പുറത്തുനിന്നൊരു പ്രഗത്ഭനായ നേതാവിനെ കൊണ്ടുവരികയാണെങ്കിൽ കോൺഗ്രസിന് രക്ഷയുണ്ടാവും. അല്ലാതെ ഇപ്പം രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നതുകൊണ്ട് നിലവിലുള്ള അവസ്ഥയേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയേ സാധ്യതയുള്ളൂ.
കാരണം ഈ പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ അവരും ശ്രമിക്കുന്നത്, ഈ പ്രിയങ്ക ഗാന്ധി പോലും ശ്രമിക്കുന്നത് തന്നിലുള്ള ഒരു ശേഷിയെ പുറത്തെടുക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് തൻ്റെ മുത്തശ്ശിയെ മിമിക്രി ചെയ്യാനായിട്ടാണ് പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുന്നത്. അത് സാധ്യമല്ല. മറിച്ച് പ്രിയങ്ക ഗാന്ധി അവരുടെ ഉള്ളിലുള്ള ഒരു ശേഷി എന്താണ്, അവരുടെ ഉള്ള നേതൃപാടകം എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് അവരുടേതായ രീതിയിൽ പുറത്തു വരുമ്പോഴാണ് അവരുടെ ലീഡർഷിപ്പ് പുറത്തേക്ക് വരിക. മറിച്ച് മിമിക്രിയിൽ ഒരിക്കലും പറ്റത്തില്ല. കാര്യം ഇന്ദിരാഗാന്ധി മാത്രമേ ഉള്ളൂ, പ്രിയങ്ക ഗാന്ധി മാത്രമേ ഈ ലോകത്തിലുള്ളൂ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നും സാധ്യമല്ല. പിന്നെയും ഭേദം രാഹുൽ ഗാന്ധിയാണ്. കാരണം രാഹുൽ ഗാന്ധി ഈ രണ്ട് തവണ ജോഡോ യാത്ര നടത്തി, അല്ലേ? തെക്ക് വടക്കും അതുപോലെ കിഴക്ക് പടിഞ്ഞാറുമൊക്കെ നടത്തി. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഈ കെ സി വേണുഗോപാലിനെ പോലുള്ളൊരു നല്ല ഉപദേശകൻ ഇല്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇതിനെക്കാട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു. ഈ രാഹുൽ ഗാന്ധിയെ മുഴുവൻ വഴിതെറ്റിക്കുന്നത് നമ്മുടെ കെ സി വേണുഗോപാലാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തിൽ അതിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തൊരു പാർട്ടിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടിക്ക് ഒരു വിഷയത്തെ നേരിട്ട് കാണാൻ പോലും മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ബി ജെ പി മുഖ്യ ശത്രുവായിട്ട് ബി ജെ പിയെ കാണുന്നു. ശരി, ബി ജെ പി എതിർക്കാം. കാണുന്നതിനും പോകുന്നതിനും ഒക്കെ കയറി എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഏത് ജെനുവിനായിട്ടുള്ളൊരു വിഷയത്തെ എതിർപ്പ് വന്നു കഴിഞ്ഞാൽ ജനം അത് ശ്രദ്ധിക്കത്തില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. പുലി വരുന്ന പുലി എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം. ഉദാഹരണത്തിന് ഈ വലിയ പണ്ഡിതന്മാരുള്ള ഉദാഹരണത്തിന് ജയറാം രമേശ്, അദ്ദേഹം IIT ബാക്ക്ഗ്രൗണ്ടിലുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. എന്തെല്ലാം വിഡ്ഢിത്തിരക്കിലാണ് പറയുന്നത്. ഉദാഹരണത്തിന് അതാ പറയുന്നത്, 2 ദിവസമൊന്നും വെയിറ്റ് ചെയ്യാൻ പോലും തയ്യാറാവത്തില്ല. ഒന്നുമില്ലെങ്കിൽ ശശി തരൂർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ പോലുള്ളൊരു മാനസികാവസ്ഥ ഈ മനുഷ്യനില്ല. ഉടനെ ഷഹബാസ് ഷരീഫിനെ പാകിസ്ഥാന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള മധ്യസ്ഥം തീരുമാനിച്ച സമയത്ത് ജയറാം രമേശ് പെട്ടെന്ന് ഒരു വിജയാഹ്ലാദത്തിൽ പ്രസ്താവന നടത്തുകയാണ്, മോഡി ഇനി വേറെ വല്ല ജോലിക്കും പോകുന്നത് നല്ലത്, ഇനി ആ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങളെ പുല്ലുപോലും വകവച്ചില്ല, കണ്ടില്ലേ പാകിസ്ഥാൻ ഇപ്പം മീഡിയേഷൻ നടത്തുന്നത്. ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവും, ട്രംപ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ മീഡിയേഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമാകില്ല, അത് അവസാനം അത് പങ്കെടുക്കുന്ന ഒരു കുളത്തിലാകും എന്നുള്ളത് ആർക്കും അറിയാവുന്ന കേസാണ്. ആ വിഡ്ഢിത്തരമാണ് ഇപ്പം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. പാകിസ്ഥാനിന്റെ നാണക്കേടൊന്നും ഇല്ല, അമേരിക്കയുടെ മാത്രമല്ല ഓപ്ഷൻ ഇല്ല. ഇപ്പം ട്രംപ് പറയുകയാണ്, ഷഹബാസ് ഇത് ഞാനൊരു കത്ത് തരും, ഇന്നടത്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമായിരുന്നു. ഉദാഹരണത്തിന് അമേരിക്കയിൽ നടന്ന ആ ഒരു മീറ്റിങ്ങിൽ ഇദ്ദേഹത്തിന് ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥി ബാക്ക് ബെഞ്ചറെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നത് പോലെ ട്രംപ് ഒരു മാസം മുമ്പ് വിളിച്ച് എഴുന്നേൽപ്പിച്ചത് നമ്മൾ ലോകം കണ്ടതേ ഉള്ളൂ. ഇദ്ദേഹം ഇങ്ങനെ ഒരു ബാക്ക് ബെഞ്ചറെ പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു, പാവം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് ജയറാം രമേശിനെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവ് പറയുകയാണ്, കണ്ടില്ലേ മോദിയുടെ പ്രാധാന്യം എവിടെ, മോദിയുടെ ഒരു അന്താരാഷ്ട്ര പ്രസക്തി എവിടെ പോയി എന്നൊക്കെ ആക്രമിക്കുകയാണ്. അതിനുശേഷമാണ് ഇത് പരാജയപ്പെടുന്നത്. ഇപ്പോൾ ജനം കാണുകയാണ് ഇന്ത്യ എന്തൊരു നിലപാടാണ് സ്വീകരിച്ചത്. അവിടെയാണ് നമുക്ക് തരൂരിനെ മനസ്സിലാക്കേണ്ടത്. തരൂർ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോരോ നിലപാടുകളും ഈ വിഷയത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് പലതും സർക്കാരുമായിട്ട് ചേരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത്തരം ഒരു വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയമല്ല നോക്കേണ്ടത്, രാജ്യത്തിൻ്റെ താല്പര്യത്തിന് മുൻനിർത്തി വേണം നമുക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അതിന് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിയെ ആ രീതിയിൽ ഉപദേശിച്ചു കൊടുക്കാനുള്ള ഉപദേശകരുമില്ല. അതാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി നേരിടുന്ന പ്രശ്നം. ശരിക്കും രാഹുൽ ഗാന്ധി നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഉപദേശകരാണ്, മുഖ്യ ഉപദേശകൻ കെ സി വേണുഗോപാൽ തന്നെയാണ്. കെ സി വേണുഗോപാൽ എന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഒരു നേതാവിനെ ഉപദേശിക്കുകയും അതേ സമയത്ത് ആലപ്പുഴ രാഷ്ട്രീയത്തിൻ്റെ കുഞ്ഞു കള്ളികൾക്കകത്ത് ഉള്ളിക്കിടന്ന് അതിനകത്തൂടെ എങ്ങനെ സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം ഒപ്പിച്ചെടുക്കാം, ഇനി കേന്ദ്രത്തിൽ കോൺഗ്രസിന് രക്ഷയില്ല, എന്തെങ്കിലും എനിക്ക് ഒരു മന്ത്രിയായിട്ടെങ്ങാനും ഒരു ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലേ പറ്റുള്ളൂ, ഈ മാനസികാവസ്ഥയിൽ കടന്ന് ജീവിക്കുന്ന ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ. അപ്പോൾ അത്ര ഒരു നേതാവ്, ഇന്ത്യയുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഇന്ത്യ എന്താണെന്ന് അറിയണം, ഇന്ത്യയുടെ പൾസ് എന്താണെന്ന് അറിയണം, ഇന്ത്യയുടെ ചരിത്രം അറിയണം, ഇന്ത്യയുടെ ഗതി എന്താണെന്ന് അറിയണം, എന്തുകൊണ്ട് BJP എന്നുള്ളതിനെക്കുറിച്ച് നല്ല കാഴ്ച വേണം, എന്താണ് ഗാന്ധിജിയെക്കുറിച്ച് ധാരണ വേണം, എന്താണ് നെഹ്റുവിനെക്കുറിച്ച് ധാരണ വേണം, നെഹ്റുവും ഗാന്ധിജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എവിടെയാണത് ആ വ്യത്യാസം വരുന്നത്, അവിടെ ഗാന്ധിജിയുടെ ഏത് വശത്തേക്ക് നോക്കിയിട്ടാണ് നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കേണ്ടത്.
നെഹ്റുവിൻ്റെ പാളിച്ചകളുണ്ടോ, അതല്ലെങ്കിൽ നെഹ്റുവിൽ നിന്ന് എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇതിനെല്ലാം സാംശീകരിച്ചിട്ട് എന്തുകൊണ്ട് BJP എതിർക്കപ്പെടും തോറും ശക്തി പ്രാപിക്കുന്നു? ഹിറ്റ്ലർക്ക് ശേഷം ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ട വ്യക്തി നരേന്ദ്രമോദിയാണ്. അത് ഗുജറാത്ത് ആക്രമണത്തിന് ശേഷം അത്രയും അധികം എതിർക്കപ്പെട്ട ഒരു വ്യക്തി എന്തുകൊണ്ട് പ്രധാനമന്ത്രിയാവുകയും 3 തവണ അല്ലേ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ എതിർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മോദി കൂടുതൽ ശക്തിയല്ലേ പ്രാപിക്കുന്നത് എന്നൊക്കെയുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ആ സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ഉപദേശകരും മറ്റുമൊക്കെയാണ് രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്നത്. കുടുംബവാഴ്ച ഒരു പ്രശ്നമല്ലേ? അതല്ലേ ഇതിനെ എല്ലാം താളം തെറ്റിക്കുന്നത്? അത് സ്വാഭാവികമല്ലേ? സാമ്രാജ്യമില്ലല്ലോ ഇത്രയും തലമുറ. നേതൃത്വം എന്ന് ഉദാഹരണത്തിന് നമ്മൾ നേതൃത്വം എന്ന് പറയുന്ന സംഗതി ഇപ്പം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഒരു ചെത്തുതൊഴിലാളിയായ ഒരു വ്യക്തിയുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയം മുഴുവൻ മറക്കുക, അദ്ദേഹത്തിൻ്റെ സമീപനം മറക്കുക. പക്ഷേ അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ കേരളത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 2 തവണ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള നേതൃപാടവത്തെ അല്ലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് കുറച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനോടുള്ള സമീപനങ്ങളോടും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനോടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോടും ഒക്കെ നമുക്ക് യോജിപ്പുണ്ടാകും. പക്ഷേ അതവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിലേക്ക് വന്നത് ലീഡർഷിപ്പിൻ്റെ പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഇന്ത്യയുടെ 3 തവണ പ്രധാനമന്ത്രിയായിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തിനെ ആദരവോടെ കാണുന്നുണ്ട്, ഇല്ലേ? ഇന്ത്യയുടെ അവസ്ഥ ഇതൊക്കെ നമ്മൾ യാഥാർത്ഥ്യങ്ങളാണ്, മറച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളത് പഠന വിഷയമാക്കാനായിട്ടുള്ളൊരു ശേഷിയും അല്ലെങ്കിൽ ത്രാണി വേണം. ഉപദേശകർക്ക് വേണം, അതല്ലെങ്കിൽ നേതാവിന് വേണം. ഇത് 2 പേർക്കും ഇല്ല. അവിടെയാണ് പ്രശ്നം. ആലോചിച്ച് നോക്കുക, രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ദേവഗൗഡ സോണിയാഗാന്ധി കത്തയച്ചു ഇയാളോട് ഇങ്ങനെയൊക്കെ പാർലമെന്റ് പെരുമാറരുതെന്നൊന്ന് ഉപദേശിക്കണമെന്ന്. അല്ല, രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ ആലോചിച്ചു. KC വേണുഗോപാലിനെ പോലുള്ള ഒരു നേതാവിൻ്റെ ഉപദേശത്തെ സ്വീകരിച്ച് കോൺഗ്രസിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കാമെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആലോചിച്ചു. അതാണ് പറഞ്ഞത്, നമുക്ക് സ്വയം നമുക്ക് തിരിച്ചറിവും വേണം. ഒരു നേതാവിനുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്, എൻ്റെ മൈനസ് പോയിൻ്റ് എന്താണ്, എൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണ്, അത് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഒരു ലീഡർ ജനിക്കുന്നത് തന്നെ. അപ്പോൾ അതുപോലും ഇപ്പോൾ തനിക്ക് കഴിവില്ലെങ്കിൽ കഴിവില്ലാത്ത മേഖലകളിൽ കഴിവുള്ളവരെ ഉപയോഗിക്കുക. എല്ലാ കഴിവുകളും ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് ഗണിതശാസ്ത്രം അല്ലെ കണക്കറിയത്തില്ല, എൻ്റെ ആവശ്യമില്ല. എനിക്ക് വേറെ ഏതെങ്കിലും മേഖലകളിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ശക്തി ഉണ്ടാവും. മറിച്ച് പ്രിയനെ കണക്കറിയാവുന്നുണ്ടെങ്കിൽ പ്രിയൻ്റെ കഴിവ് ഞാൻ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലേ, കഴിവുകളുള്ള വ്യക്തികൾ പല ഭാഗത്തുകളുണ്ടാവും, അതിനെല്ലാം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ആ ഒരു അറിവ് വരുമ്പോഴാണ് ഒരു നേതാവ് വരുന്നത്. അവിടെയാണ് ഈഗോയും എല്ലാം മാറി നമുക്കൊരു ഫോക്കസ് പോയിൻ്റ് ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, ദേശീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് ഈ ശശി തരൂരിൻ്റെ ക്ലാരിറ്റി. എനിക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം അതാണ്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയം ഉണ്ടാവും. ആ ഒരൊറ്റ കാഴ്ചപ്പാട് മതി. നമുക്ക് വിദേശ നയമായിക്കോട്ടെ, രാജ്യത്തകത്തുള്ള നയമായിക്കോട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിന് പാർട്ടി പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇത് രാഷ്ട്രത്തിന് ഗുണം ചെയ്യുന്നതാണോ അല്ലയോ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ തീരുമാനങ്ങളും വിലയിരുത്താൻ പറ്റും, അല്ലേ? ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ വനിതാ സംവരണം കൊണ്ടുവരുന്നു. ഈ വനിതാ സംവരണം കൊണ്ടുവരുന്ന സമയത്ത് അതിന് നമ്മൾ പഠിക്കണം, ഇത് ഏത് രീതിയിലാണ് ഗുണം ചെയ്യുക, രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുക. അത് രാഷ്ട്രത്തിന് മുൻനിർത്തിയെങ്കിൽ മാത്രമേ അതിനകത്ത് രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഉപദേശിച്ചു കൊടുക്കുകയാണ്, ഇത് BJP MPമാരെ കയറ്റിവിടാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് പിന്നെ അതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വല്ലതും ബുദ്ധിമുട്ടേണ്ടി വരും. മറിച്ച് ഇതിനെ വളരെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത് ഇത്രയും അംഗസംഖ്യ കൂടുന്നു, ഈ അംഗസംഖ്യ കൂടുന്ന സമയത്ത് ഇത് ഈ പിന്നെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടാൻ സാധ്യതയില്ലാത്ത സംസ്ഥാനങ്ങളെ ഇതെങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് ഏത് മേഖലകളിൽ കൂടുന്നു എന്നുള്ള സമഗ്രമായ ഒരു പഠനം നടത്തിയതിന് ശേഷം ആ പഠനത്തിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുമല്ലോ. അത് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഈ BJPക്ക് പോലും ചില കാര്യങ്ങളിൽ ഉത്തരം പറയാനില്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിന് താല്പര്യമുള്ള രാഷ്ട്രീയവും ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല അത് ഉയർത്തുന്ന രാഷ്ട്രീയ കക്ഷിക്ക് അംഗീകാരവും കിട്ടത്തുള്ളൂ. ഇത് രണ്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് സംഗതി. പക്ഷേ അതുകൊണ്ട്
ഈ രാഹുൽ ഗാന്ധിയെ മാറ്റിയത് കൊണ്ട് കൂടുതൽ ഗുണമുണ്ടാവുകയല്ല, മറിച്ച് ദോഷമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടും കെ സി വേണുഗോപാലിന് രാഹുൽ ഗാന്ധി ഉപദേശിക്കാവുന്ന രീതിയിൽ പ്രിയങ്കയെ ഉപദേശിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടും തൽക്കാലത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് വലിയ മാറ്റങ്ങളൊന്നും വരാതെ ഈ രീതി തുടരുകയും ഈ പറഞ്ഞതുപോലെ ജനം വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലും അത് ആ വോട്ട് കോൺഗ്രസ്സിലേക്ക് അങ്ങനെ കൊണ്ടുവരാനുള്ള ശേഷി ഈ നേതൃത്വത്തിനില്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ പോവും, അത് നശിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം കോൺഗ്രസ് നശിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിനൂടെ ഈ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിൻ്റെ ഒരുപാട് പാരമ്പര്യങ്ങളെയും സംസ്കാരത്തെയൊക്കെ പേറുന്നൊരു രാഷ്ട്രീയ കക്ഷി കൂടെയാണ്. നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം ആണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നശിക്കാൻ പിന്നെ വേറൊന്നും വേണ്ട ആ രാജ്യം നശിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഒരു ശക്തമായ പ്രതിപക്ഷമോ അതല്ലെങ്കിൽ എപ്പോഴും ഒരു ശക്തമായ പ്രതിപക്ഷം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നല്ല നേതാക്കന്മാരുണ്ട്, അതിൻ്റെ ക്രിയേറ്റീവ് ആയിരിക്കണം. അതിൻ്റെ അംഗസംഖ്യ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറൊന്നും വേണ്ട, ശശി തരൂർ എന്ന് പറയുന്ന ഒരു നേതാവിന് ഇന്ന് കോൺഗ്രസ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹത്തിനെ ഒതുക്കാനല്ലാതെ അദ്ദേഹത്തിനെ ഉപയോഗിക്കാനായിട്ട് ഈ കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് കോൺഗ്രസിൻ്റെ ദൗർബല്യം കിടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എന്ന് വെച്ചാൽ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.